വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21 അധ്യായം 36 വാക്യം. കരുത്ത് ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കുവിൻ. ഇന്ന് മദർ തെരേസയുടെ തിരുനാളാണ്. മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ജീവിതത്തിന് കരുത്ത് ലഭിക്കുവാൻ ഇത്രയേറെ ത്യാഗം ചെയ്യുന്ന നമ്മളോട് ദൈവം ചോദിക്കുകയാണ്. നിന്റെ ഉള്ളിലുള്ള മനസ്സിനെ ഈ ലോക ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ആത്മീയ ജീവിതം നയിക്കാനുള്ള കരുത്തുണ്ടോ? ആത്മാവിൻ്റെ കരുത്ത് നേടിയെടുക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കാര്യം ഞാൻ എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? നിരന്തരമായ പ്രാർത്ഥനയും ദൈവവുമായി അഭേദ്യമായ ബന്ധമുണ്ടായാലേ നമുക്ക് കരുത്ത് നേടിയെടുക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ ഈ ലോകമോഹങ്ങളിൽപ്പെട്ട് നമ്മൾ വീണുപോകും. ഒരു ചിത്രകലാ പ്രദർശനം നടക്കുകയാണ്. ചരിത്രത്തിൽ തന്നെ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒരു വലിയ തുകയാണ് സമ്മാനം. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാർ ചിത്രം വരയ്ക്കാൻ എത്തിച്ചേർന്നു. സംഘാടകർ വരയ്ക്കേണ്ട ചിത്രത്തിൻ്റെ വിഷയം പ്രഖ്യാപിച്ചു: ദ മോസ്റ്റ് പീസ്ഫുൾ മൊമെൻറ്റ്. ചിത്രകാരന്മാർ തങ്ങളുടെ ഏറ്റവും നല്ല ചിത്രം വരയ്ക്കാനുള്ള പ്രയത്നം ആരംഭിച്ചു. അവസാനം മത്സര ദിവസം വന്നെത്തി. ചിത്ര പ്രദർശനം തുടങ്ങി. മനോഹരമായ താഴ്വാരങ്ങളും കുന്നുകളും മഞ്ഞുമൂടിയ പ്രഭാതങ്ങളും അലത്തല്ലിയൊഴുകുന്ന അരുവികളും ചിത്രകാരന്മാരുടെ ഭാവനയിൽ ക്യാൻവാസിലേക്ക് അതിസൂക്ഷ്മമായി പതിഞ്ഞിരിക്കുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിത ഓരോ ചിത്രത്തിലും പ്രതിഫലിച്ചിരുന്നു. ഫലപ്രഖ്യാപന സമയമായി. എല്ലാവരും ആകാംക്ഷഭരിതരായി വിജയിയെ കാത്തിരുന്നു. സംഘാടകരുടെ അറിയിപ്പ് വന്നു: വിജയിച്ച ചിത്രം സദസ്സിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു. സദസ്സിൽ കയ്യടികൾ ഉയർന്നു. ഒന്നാം സ്ഥാനാർഹമായ ചിത്രം കണ്ടതും സദസ്സ് മൂകമായി. ചിത്രകാരന്മാർ അമ്പരന്ന് പരസ്പരം നോക്കി. സംഘാടകർക്ക് ഇനി എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ എന്ന സംശയവും ഉണ്ടായി. കാരണം ആ ചിത്രം അങ്ങനെയായിരുന്നു. ഇരുണ്ടുമൂടിയ ആകാശം, ആർത്തലച്ച് പെയ്യാനൊരുങ്ങുന്ന കാർമേഘം, ഭയം സൃഷ്ടിക്കുന്ന മിന്നൽ പിണരുകൾ, ആഞ്ഞടിക്കാൻ നിൽക്കുന്ന കൊടുങ്കാറ്റ്. ഇതാണ് ആ ചിത്രത്തിലുണ്ടായിരുന്നത്. സംഘാടകർക്ക് തെറ്റുപറ്റിയതാണോ? അല്ലെങ്കിൽ ഇത്ര കലുഷിതമായ ചിത്രത്തിന് സമ്മാനം കൊടുക്കുമോ? മുഖ്യ സംഘാടകൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു: ആ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇത്രയും പ്രക്ഷുബ്ധമായ പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കർഷകൻ നിലം ഉഴുതുമറിക്കുന്നത് കണ്ടോ? അയാളുടെ ആ മുഖത്തെ തേജസ്, ആത്മവിശ്വാസം കണ്ടോ? ശാന്തത കണ്ടോ? പ്രത്യാശ കണ്ടോ? പ്രകൃതി ഇത്ര ശോഭിച്ചിരുന്നിട്ടും അതിൽ പതറാതെ തൻ്റെ ജോലി നോക്കുന്ന കർഷകൻ്റെ ശാന്തമായ മുഖമാണ് സമ്മാനത്തിന് അർഹനാക്കിയത്. ഒരു മിനിറ്റ് നേരത്തെ മൗനത്തിന് ശേഷം സദസ്സിൽ നിന്നും കയ്യടി ഉയർന്നു. അത് വരച്ച ചിത്രകാരനെ അവർ അഭിനന്ദനം കൊണ്ട് മൂടി. ശരിക്കും മനസ്സും പ്രകൃതിയും ഒരുപോലെയാണല്ലേ? ഇതിന് സ്ഥായിയായ ഭാവമൊന്നുമില്ല. ചിലപ്പോൾ പ്രകൃതി വിസ്മയത്തിൽ നമ്മെ ലയിപ്പിച്ചു കൊണ്ടുപോകും. ചിലപ്പോൾ പ്രകൃതി താണ്ഡവത്തിൽ നമ്മെ പകച്ചു നിർത്താറുമുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ ഉപേക്ഷിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമുക്കറിയാം നമ്മുടെ ജീവശ്വാസം പ്രകൃതിയാണ്. ഇതുപോലെ തന്നെ മനസ്സിനെ നോക്കി നോക്കൂ. ചിലപ്പോൾ നീലാകാശം പോലെ തെളിഞ്ഞു നിൽക്കും, കാർമേഘം പോലെ മൂടി നിൽക്കും, ഇടിമിന്നൽ കൊണ്ട് ആക്രമിക്കും, എന്നാൽ പേമാരി കൊണ്ട് നമ്മളെ കരയിപ്പിക്കും. അത് താങ്ങാൻ കഴിയാത്ത ചിലർ ജീവൻ ഉപേക്ഷിച്ചു പോകും, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടും. എന്നാൽ ആത്മവിശ്വാസത്തോടെ ഏത് പ്രതിസന്ധിയെയും നേരിടുന്നവൻ, മുന്നോട്ട് നടക്കുന്നവൻ എവിടെയും വിജയിക്കും. ഇതുപോലെ തന്നെയാണ് ആത്മാവിൻ്റെ കരുത്ത് ലഭിക്കുവാൻ ഈ ലോക പ്രതിസന്ധികളിൽ പതറാതെ പിടിച്ചു നിൽക്കാനും മുന്നേറാനും നിരന്തരമായി പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിലായിരിക്കാനും എപ്പോഴും ദൈവവുമായി ബന്ധമുണ്ടാകാനും പ്രലോഭനങ്ങളിൽ ആത്മവിശ്വാസത്തോടെ അടിപതറാതെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.